ഹലോ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ഡേയ്സ് വ്ലോഗ്സ്. അപ്പോൾ കുറേ നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഒരു ഉദ്ദേശം എന്നൊക്കെ പറയുന്നത് എന്താണെന്നൊക്കെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് വരാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗായ്സ്. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല, ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നുമില്ല, അതുപോലെ തന്നെ നല്ല രീതിക്ക് അവിടെ നിന്ന് വെളിച്ചം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ലൈറ്റിൻ്റെ ആ ഒരു സംഭവം എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും, എത്രത്തോളം ക്ലാരിറ്റി കിട്ടും ഒന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും സൗണ്ട് ഡിസ്റ്റർബൻസസ് ഒക്കെ കാണാതിരിക്കാം, എങ്കിലും ഞാൻ ലോങ് വീഡിയോ ഇടാം എന്ന് വെച്ചിട്ട് തന്നെയാണ് വന്നത്. മാത്രമല്ല, എനിക്ക് നിങ്ങളുമായിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം ഷെയർ ആക്കണമെന്നുണ്ടായിരുന്നു. സോ അതിനുകൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മുടെ സ്കിൻ കെയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിൻ കെയറിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? ഫേസ് പാക്കോ ക്ലെൻസറോ ഒന്നുമല്ല, നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് വാഷാണ് അല്ലേ. അപ്പോൾ മുഖം കഴുകിയിട്ടല്ലേ നമ്മൾ ഏത് പാക്കായാലും കാര്യങ്ങളായാലും എന്തായാലും അപ്ലൈ ആക്കുക. സോ ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് എന്താണെന്ന് പറയാം. നമ്മുടെ തമ്പനെയിൽ കണ്ട അതേ സാധനം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഡെർമാക്കോയുടെ 2% സാലിസിനമൈഡ് ആൻറ്റി ആക്നെ ഫേസ് വാഷ്. ഓക്കെ, അപ്പോൾ ഇതിൽ 2% സാലിസിലിക് ആസിഡ്, ഓക്കെ, 2% സാലിസിലിക് ആസിഡ് പ്ലസ് 2% നിയാസിനമൈഡ് ആണ്. സോ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ആക്നെ ഫേസ് വാഷ് ആണ്. ഇത് ഞാൻ കൂടുതലും റെഫർ ചെയ്യുന്നത് ഓയിൽ സ്കിൻകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ സ്കിൻ നല്ല ഓയിലി സ്കിന്നാണ്, സ്കിന്നും എൻ്റെ സ്കാൽപ്പും ഓയിലിയാണ്. സോ എൻ്റെ ഫേസിൽ നല്ല രീതിക്ക് ആക്നെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോഴും ഉണ്ട്. കാര്യം ഞാൻ കുറച്ച് നാളായിട്ട് ഇത് യൂസ് ആക്കുന്നുണ്ടായിരുന്നില്ല. സോ ആ ഒരു ടൈമിൽ ഞാൻ ഒരുപാട് ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യാണ്ട്, സ്കിന്നായാലും ഹെയർ ആയാലും ഞാൻ കുറേ ആയിട്ട് കെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സോ ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു പിമ്പിൾസൊക്കെ. പിന്നെ എനിക്ക് പിമ്പിൾസ് വരും ഈ ഒരു പീരിയഡ്സിൻ്റെയൊക്കെ ടൈമൊക്കെ അവിടെ അടുക്കുന്ന ടൈമിൽ എനിക്ക് പിമ്പിൾസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ടൈം കൂടിയാണ് ഇപ്പോൾ. സോ അതിൻ്റേതായ പിമ്പിൾസും ഉണ്ട്, പിന്നെ ഞാനിപ്പം സ്കിൻ അങ്ങനെ കെയർ ചെയ്യാത്തതിൻ്റെ പിമ്പിൾസും ഉണ്ട്. ഓക്കെ, ബട്ട് ഈ പ്രോഡക്റ്റ് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതെനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് പറ്റുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇനി ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് ദി ഡെർമാക്കോ ഡിസൈൻ ബൈ ഡെർമറ്റോളജിസ്റ്റ് എന്ന് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സോ ഡെർമറ്റോളജിസ്റ്റ് എന്തായാലും റെഫർ ചെയ്യും, ഒരു ഡെർമറ്റോളജിസ്റ്റെങ്കിലും റെഫർ ചെയ്യും കേട്ടോ. അത്രയ്ക്ക് നല്ലൊരു പ്രോഡക്റ്റാണിത്. ഞാൻ വെറുതെ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ഇതല്ല കേട്ടോ. കാര്യം ഇന്ന് ഞങ്ങൾ കുറച്ച് പ്രോഡക്ട്സിൻ്റെ കാര്യം, നമ്മളൊരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കി ചൂസ് ചെയ്യുക, അത് ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ തിങ്, അതിലെ ഇൻഗ്രീഡിയൻസ് കുറേ കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യണം കേട്ടോ. എനിക്കും അതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, ബിക്കോസ് ഞാൻ അങ്ങനെ ആർട്ടിഫിഷ്യൽ പ്രോഡക്ട്സ് അങ്ങനെയൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. ആൻഡ് എല്ലാം നാച്ചുറൽ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്, അത് മാത്രം യൂസ് ചെയ്തിരുന്ന ആളുമാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് സ്കിന്നും ഹെയറും അങ്ങനെ അങ്ങ് കെയർ ചെയ്തുകൊണ്ട് അത്രയും ഫോളോ ചെയ്ത് അത്രയും അങ്ങ് സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന കറക്റ്റ് ജെനുവിൻ റൂട്ടീൻ ഒന്നും ഫോളോ ചെയ്യുന്ന ഒരാളേ അല്ലായിരുന്നു ഞാൻ. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടാക്കിയതിന് ശേഷമാണ് ഞാൻ കുറച്ചെങ്കിലുമൊക്കെ സ്കിൻ കെയർ ഹെയർ കെയർ ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. പണ്ടൊക്കെ ചെയ്തിട്ടുള്ള പാക്കുകൾ കാര്യങ്ങളൊക്കെ എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളതായിരുന്നു ഞാൻ സ്കിൻ കെയർ ആയാലും ഹെയർ കെയർ ആയാലും നമ്മുടെ ചാനൽ ഇട്ടിട്ടുള്ളത്. സോ അതിനൊക്കെ പറ്റി ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞു പോകാനായിട്ട് ഞാൻ ആരുമല്ല. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് പ്രോഡക്റ്റ് വിൽ ഹെൽപ്പ് യു ഔട്ട്. ഭയങ്കര, അതായത് എന്നെ പോലെ ആക്നെ വന്നിട്ട് നല്ല രീതിക്ക് ഓയിലി സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ നന്നായിട്ട് ഫേസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതൊക്കെ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റൻ ആവുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. ഇതിൻ്റെ ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ആക്നെയാണ്. ബട്ട് എന്നാലും ആൻറ്റി ആക്നെ, അതായത് ആക്നീസ് അല്ലെങ്കിൽ നമ്മുടെ മുഖക്കുരുവൊക്കെ എത്രത്തോളം ഇത് ക്യൂർ ആക്കും എന്നതിൽ ഞാൻ അത്രയും ഉറപ്പ് പറയുന്നില്ല. എൻ്റെത് നല്ല രീതിക്ക് ക്യൂർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കംപ്ലീറ്റ്ലി അങ്ങ് മാറി, പാടും ഒക്കെ മാറി, അങ്ങനെ ഒരു സ്റ്റേജ് ഇല്ല. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ ആക്നെ മാറി കിട്ടും, ആക്നെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മാറി കിട്ടും. പക്ഷേ നമ്മൾ ഈ പ്രോഡക്റ്റ് പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ആക്നെ വരും. പക്ഷേ പതുക്കെ എമൗണ്ട് കുറച്ച് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, ആക്നെ ഒന്നും വരില്ല. ഓക്കെ,
സോ അങ്ങനെ ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എല്ലാം ഞാൻ താഴെ ലിങ്ക് ട്രീയിൽ കൊടുത്തേക്കോട്ടെ. ചാനലിൻ്റെ ബയോയിൽ ലിങ്ക് ട്രീയിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് എന്തോ ആയിരുന്നു വാങ്ങിയത്, എനിക്കിപ്പോൾ ഓർമ്മയില്ല. ഞാനത് മെൻഷൻ ചെയ്തേക്കാം. അതുപോലെ ലിങ്ക് ട്രീയിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഓൾറെഡി ഞാനിതിൻ്റെ ഷോർട്സ് ചെയ്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. അധികം ലോങ് ആക്കുന്നില്ല ഞാൻ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കുറേയൊക്കെ. ഓക്കെ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വന്നിട്ട് അക്വ, സോഡിയം ലൗറൽ സാർക്കോസിനേറ്റ്, പോളി അക്ലൈറ്റ് 33, ഡൈസോഡിയം കോക്കോ ആംഫോർ ഡൈഅസറ്റേറ്റ്, സോഡിയം മീഥൈൽ കൊക്കോയിൽ ടോറേറ്റ്, നിയാസിനമൈഡ്, സാലിസിലിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ആൽക്കഹോൾ ഫ്രീ ആണ്, പെർഫ്യൂം ഫ്രീ ആണ്, അതുപോലെ തന്നെ എന്താ പറയുക, ഓക്കെ ലഞ്ചോയിൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് സ്കിന്നിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്കിൻ ബ്രൈറ്റനിങ് ആക്കാനും അതുപോലെ തന്നെ ആക്നെ കൺട്രോൾ ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം നിയാസിനമൈഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റനിങ് ആക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ സിലിക് ആസിഡൊക്കെ നമ്മുടെ ആക്നെക്കെതിരെ പോരാടുന്നതാണ്. നിയാസിനമൈഡും ആക്നെ പ്ലസ് ബ്രൈറ്റ്നസ് തരുന്ന ഒരു കമ്പോണൻ്റ് ആണ് കേട്ടോ. സോ 2% സാലിസിലിക് ആസിഡും അതുപോലെ തന്നെ 2% നിയാസിനമൈഡും ഉള്ളൊരു പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് ഓയിലി സ്കിൻ അതുപോലെ തന്നെ മുഖക്കുരു ഉള്ളവർക്ക് ഉറപ്പായിട്ടും കണ്ണടച്ച് വിശ്വസിച്ച് വാങ്ങി യൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് 2 വീക്സിലോ നമുക്ക് ഒന്നും അറിഞ്ഞെന്ന് വരില്ല. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് പോലിരിക്കും. പക്ഷേ എൻ്റെ സ്കിന്നിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് യൂസിൽ തന്നെ ആക്നെ കുറഞ്ഞിട്ട് എനിക്ക് തോന്നിയില്ല. ബട്ട് നല്ല രീതിക്ക് സ്കിന്നിന് ക്ലിയർ ആവുമെന്ന് പറയില്ലേ. ക്ലിയർ മീൻസ് പോറൊക്കെ അടങ്ങി അങ്ങനല്ല, നല്ല നീറ്റ് ആവുക. നമ്മളൊരു പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ നല്ല ക്ലിയർ ആയിട്ട് ഭയങ്കര ബ്രൈറ്റൻ ചെയ്തൊന്നും തോന്നില്ല. ഇപ്പോൾ ഒരു മുഖക്കുരു ഉണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള ഡേർട്ടും ഓയിലും എക്സസ് ഓയിലും കാര്യങ്ങളും ഒക്കെ മാറിയിട്ട് നല്ല ക്ലീനായിട്ട് ഫേസ് നല്ലൊരു ഫ്രഷനായി നിൽക്കില്ലേ, അതുപോലെ ഫ്രഷനായിട്ട് നിൽക്കാനായിട്ട് നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് നമ്മളെ സഹായിക്കും. ഓക്കെ, സോ എന്നാലും നിങ്ങൾ ഒറ്റൊരുവട്ടം നിങ്ങൾ ട്രൈ ആക്കി നോക്കുക. നിങ്ങൾ ഒരിക്കലും പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് സ്കിപ്പ് ചെയ്യാൻ നോക്കില്ല. ഓക്കെ, പിന്നെ ഒരുപാട് നാൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മടുക്കും. സോ നമ്മൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് ട്രൈ ചെയ്യും. ഞാൻ അങ്ങനെയാണ് കേട്ടോ. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നിർത്തിയിട്ടും എഗെയിൻ ആയി സ്റ്റാർട്ട് ചെയ്തുവെങ്കിൽ അതിനർത്ഥം ഇതെനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടു, അത്രത്തോളം നല്ലൊരു പ്രോഡക്റ്റാണിത്. ഓക്കെ, പിന്നെ നമ്മുടെ സ്കിൻ കെയർ അല്ലെങ്കിൽ ഈ മോയ്സ്ചറൈസർ, ഫേസ് വാഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പം എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയും കൂടി ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഞാനിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഞാനൊന്ന് യൂസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, ഡെർമാക്കോയുടെ 2% സാലിസിലിക് ആസിഡ് പ്ലസ് 2% നിയാസിനമൈഡ് ആസിഡ്. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കാണിച്ച് തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ. ഓക്കെ, അതിന് ശേഷം നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലെൻസ് പോലെ ഒരു ഫീലിംഗ് കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ ഡേർട്ടും കാര്യങ്ങളൊക്കെ നല്ല കണക്ക് വരാനും സ്കിന്നൊന്ന് മോയ്സ്ചർ ചെയ്യാനായിട്ടാണ് ഫേസ് നല്ല കണക്കൊന്ന് വാഷ് ചെയ്യുക, കഴുത്തും വാഷ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഡെർമാക്കോയുടെ ഫേസ് വാഷ് എടുക്കുക കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഒരു ഇച്ചിരി കൂടി ഞാൻ എടുത്തേ ഉള്ളൂ. ഇത്രയൊക്കെ ആവാം, കുഴപ്പമില്ല. പക്ഷേ സ്റ്റാർട്ടിംഗ് ഉള്ളവർ ഇത്രയൊന്നും എടുക്കണ്ട കേട്ടോ. എന്നിട്ട് നല്ല രീതിക്കൊന്ന് പതച്ചെടുക്കുക, നല്ല രീതിക്ക് ഫോം ആവും. പക്ഷേ സാധാ ഫേസ് വാഷ് സോപ്പൊക്കെ വരുന്ന അത്രയൊന്നും പതഞ്ഞു കിട്ടില്ല, എന്നാലും നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ പതഞ്ഞിട്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഫേസിൽ നല്ല രീതിക്ക് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കവളിലും നെറ്റിയിലും അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ള ഏരിയസിലൊക്കെ നല്ല രീതിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആക്നീസ് ഉള്ളിടത്തൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ആക്കി കൊടുക്കുക കേട്ടോ. നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുഖത്തിനും ഒരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ ഒരു സൂത്തിങ് എഫക്റ്റും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് മസാജ് ചെയ്തിട്ട് പതുക്കെ മസാജ് ചെയ്ത് വാഷ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഞാൻ ട്രൈ ചെയ്തതിൽ എനിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളൊരു ഫേസ് വാഷാണ് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളിയാണ്, നല്ലൊരു ഫേസ് വാഷാണ്. ഓയിലി സ്കിൻകാർക്ക് ഞാൻ എസ്പെഷ്യലി ആക്നെ സ്കിൻ ഉള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു പാക്കല്ല ഫേസ് വാഷാണ് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. സോ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചത്. എൻ്റെ ഫേസിലെ ഡിഫറൻസ് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല രീതിയിൽ തന്നെ ബ്രൈറ്റ് ആകും. അതുകൊണ്ട് ഫസ്റ്റ് യൂസ് തന്നെ നിങ്ങൾക്കത് അറിയാനായിട്ട് പറ്റും. അത്ര അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് വാഷ് ആണ് കേട്ടോ. അടിപൊളി ഇൻ ദ സെൻസ് എന്താ പറയുക, ഇൻഗ്രീഡിയൻറ്റ് വൈസ് ആയാലും അല്ലാതെ ആയാലും അത്ര അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് വാഷാണ്. മസ്റ്റ് ട്രൈ ഇറ്റ്. സോ ഗൈസ് നല്ല രീതിക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾ ഫേസിൽ അപ്ലൈ ആക്കി നോക്കുക കേട്ടോ. ഇത് ഞാൻ ഡെയിലി 2 ടൈംസാണ് അപ്ലൈ ആക്കുന്നത്. ആദ്യമൊക്കെ ഞാൻ ഒരു ദിവസം ഒരു വട്ടം മാത്രമേ അപ്ലൈ ആക്കുള്ളായിരുന്നു കേട്ടോ. വളരെ സ്മാൾ എമൗണ്ടിൽ മാത്രമായിരുന്നു അപ്ലൈ ആക്കുക. പിന്നെ കുറച്ച് എമൗണ്ട് കൂട്ടി, ഒരുപാടങ്ങ് കൂട്ടിയിട്ടില്ല, കുറച്ച് എമൗണ്ട്. ഇന്നിപ്പോൾ തോനെ എടുത്തു എന്ന് എനിക്ക് തോന്നിയാൽ നാളെ ഞാൻ ഭയങ്കര മൈന്യൂട്ടായിട്ട് എടുക്കും കേട്ടോ. അങ്ങനെ കൺട്രോൾഡ്, എൻ്റെ സ്കിന്നിനൊന്ന് കൺട്രോൾ ചെയ്തിട്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് യൂസ് ആക്കാറ്. ഒരു പ്രോഡക്റ്റ് നമ്മൾ ഓവറായിട്ട് അഡിക്ഷൻ കൊടുക്കരുത്. അത് നമ്മുടെ ഹെയർ പ്രോഡക്റ്റ് ആയാലും സ്കിൻ പ്രോഡക്റ്റ് ആയാലും നമ്മൾ ആ പ്രോഡക്റ്റിനോട്ട് അങ്ങ് അഡിക്ഷൻ കൊടുക്കരുത്. ആ ഒരു രീതിക്കാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. സോ നമ്മൾ പെട്ടെന്ന് നിർത്തിയാൽ നമ്മുടെ സ്കിന്നായാലും ഹെയറിനായാലും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയ യൂസ്ഫുൾ ടിപ്സായിട്ട് വീണ്ടും ഞാൻ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.